ഹലോ ഗായ്സ്, ഞാൻ ഇങ്ങോട്ടാണ്. കുറേ നാളായി കൊച്ചി വന്നോണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൊച്ചി ഉറങ്ങിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് വന്ന് റെഡിയായി വീഡിയോ എടുക്കാൻ വന്നേന്. ഇപ്പൊ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേയിൽ ഒരു കിച്ചൺ വന്ന്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു കുക്കിംഗ് എല്ലാം ചെയ്യാന്ന്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുക്ക് ചെയ്താലോ? നമുക്ക് ചോറുണ്ട്, നമുക്കൊരു പൊട്ടേറ്റോ ഉണ്ട്, ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഉണ്ട്, പിന്നെ ഒരു വെള്ളം. അതെനിക്ക് എന്താന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ, ചുമ്മാ എടുത്താണെന്ന് തോന്നുന്നത്. ഓക്കെ ഗായ്സ്, നമ്മൾ റെഡിയാക്കാനായി നമ്മൾ ഈ അടപ്പൂരിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വെച്ച് സ്പൂൺ എടുക്കാം. ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, വെള്ളം ആദ്യം ഇത്തിരി ഒഴിച്ചാൽ മതി. അല്ലാതൊക്കെ അയ്യോ എന്തോന്ന് വെക്കുന്നത്? ചോറ്. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് എന്ത് വെക്കും? ആദ്യം നമുക്ക് വെള്ളം തെളിപ്പിക്കാം. കുറച്ച് നേരം അടച്ചു വെക്കാം. ഓക്കെ, കുറെ കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഓക്കെ, അതിടാം. ഇനി മുട്ട ഇടാം. കഴുകി അരിയാണോ? അല്ല, എന്നാലും കുഴപ്പമില്ല. കുറച്ച് നേരം അലക്കി കൊടുക്കാം. ഓക്കെ, അലക്കാനോ? കറക്കാം. ഓക്കെ, ഇനി അടച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അത് തുറന്നാൽ മതി. അപ്പൊ അത് ഇത്തിരി റെഡിയാവും. ഓക്കെ, ഹലോ ഗായ്സ്, ഇപ്പൊ ഞാൻ വന്ന് ചോറെല്ലാം റെഡിയായി. നമുക്ക് തിങ്കെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചാൽ എന്നിട്ട് വേറെ സാധനം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പൊച്ചക്കറി ഉണ്ടാക്കിയാലേ. നമുക്ക് ഈ പുതിയ പാത്രം എടുക്കാം. ഇങ്ങോട്ട് വെച്ച് അയ്യോ മറന്നുപോയല്ലേ. പൊട്ടിച്ചു എടുത്ത് പാത്രത്തിൽ വെക്കാത്ത. ഗ്യാസ് ഓൺ ചെയ്യണ്ടേ? മറന്നുപോയല്ല. എല്ലാവർക്കും ഇങ്ങനെ വെച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം ഇത് വെച്ചിട്ട് ഈ സാധനം അതെന്തൊക്കെയാണ്? ഉപ്പ്, മുളക്, ചില സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മഞ്ഞപ്പൊടിയാണ്. നമുക്ക് ഇത്തിരി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ട് കൊടുക്കാം. കുറച്ച് ഇനി വെള്ളം വേണ്ടേ? കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം അല്ലേ? വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി അടച്ചു വെക്കാം അല്ലേ? ഇനി നമുക്ക് ഇത്തിരി ഇളക്കിയിട്ട് പെട്ടെന്ന് അടച്ചു വെച്ചാൽ അപ്പൊ അത് സൂപ്പറായിട്ട് വരും. ഓക്കെ, ഇത് വെള്ളം ഉണ്ട്, എന്നാലും വെള്ളം തിളച്ച് വരണ്ടേ. നമ്മൾ തിളച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പൂണെല്ലാം അകത്ത് വെച്ച്. സ്പൂണകത്ത് വെച്ചാൽ അടയ്ക്കാൻ പാടില്ലേ? ഓക്കെ, എന്നിട്ട് നമുക്ക് അരച്ച് വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓണാക്കാം. ഗ്യാസ് ഓണാക്കിയത് സ്ലോ ഫ്ലെയിമിലാക്കണം അല്ലേ? ചെറുതായിട്ട്. ഇനി വെയിറ്റ് ചെയ്താൽ മതിയോ? ഇനി വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഹലോ ഗൈസ്,
ഇന്ന് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ എങ്ങനെയാണ് ആയി നോക്കിയാലോ? ഓ റെഡിയായിട്ടോ. അപ്പൊ നമുക്ക് ഇതും വെച്ചാലോ? ഓക്കെ. ഇനി നമുക്ക് ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് കഴിക്കാം. ടേസ്റ്റ് ചെയ്താലോ നമുക്ക്? ഓക്കെ. കുറച്ച് ചോറ് നോട്ടിടാട്ടാ. എന്നിട്ട് ഈ പൊട്ടറ്റോ ഉടനിടാം. ബിക്കോസ് ഇതിലൊരു ചെറിയ സ്പേസ് ഇല്ലേ. ഓക്കെ, ഇത് വെച്ചിട്ട് ഇതെല്ലാം അടച്ചു വെച്ചാലാ. എന്നിട്ട് ഒരു പുതിയൊരു കപ്പ് എടുത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് കുടിച്ച് ഓക്കെ. ഓക്കെ. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഒരു ടീ പോട്ടിയും പിന്നെ ഒരു നല്ല ജോയിനും ചെയ്യാം. ഇനി കഴിക്കാം. ഇനി രാത്രി ഒരു ഉച്ചക്കുള്ള ചോറും വെച്ചിരിക്കാം. ഓക്കെ, വെച്ചിരിക്കാട്ടാ. അടച്ചു വെച്ചോ. അടച്ചു വെക്കണ്ടേ? അത് കഴുകാനിട്ടോ. സ്പൂണ് കഴുകണ്ടേ? ഓ, കൈവങ്ങോട്ട് ചുമ്മാ ഇട്ടിരിക്കാട്ടാ. ഓക്കെ. അപ്പൊ ഇനി ഫുഡ് കഴിക്കാല്ലേ? എന്നിട്ട് നാളെ നമുക്ക് വേറെ ഒരു ഫുഡ് ചേഞ്ച് ചെയ്ത് നാളെ അത് കഴിച്ചു നോക്ക്. കൊള്ളാമോ? കഴിച്ചു നോക്കാട്ടാ. കൊള്ളാം. നിങ്ങൾ തിങ്ക് ചെയ്ത പോലെ ഒന്നും അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ തൊട്ട് നിങ്ങൾ ഇങ്ങനെ കിച്ചൺ സെറ്റ് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യണേ. ബൈ ബൈ.